അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കയ്യിലുള്ള MS Office 2016 ഡിസ്ക് നമ്മൾ ഡ്രൈവിൽ ഇൻസേർട്ട് ചെയ്യുക. ശേഷം ദിസ് PC തുറക്കുക. അപ്പോൾ നമുക്ക് കുറേ ഡ്രൈവുകൾ കാണാം. അതിൽ CD-യുടെ ചിത്രമുള്ള ഡ്രൈവ് ഇവിടെ താഴെ വന്നിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് MS Office 2016 എന്നൊരു ഫോൾഡർ കാണാം. ഈ ഫോൾഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വീണ്ടും നമുക്ക് ഓഫീസ് എന്ന് പറയുന്നൊരു ഫോൾഡർ ഉണ്ട്. അത് ഓപ്പൺ ചെയ്യുക. അതിൽ setup32.exe setup64.exe എന്നിങ്ങനെ കാണാം. ഇത് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഇതിലേതെങ്കിലും ഒന്നാണ് തിരഞ്ഞെടുക്കേണ്ടത്. പക്ഷേ തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ സിസ്റ്റം ടൈപ്പിന് അനുസരിച്ചിട്ടായിരിക്കണം. നമ്മൾ നേരത്തെ കണ്ടു ദിസ് PCയുടെ മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ സിസ്റ്റം ടൈപ്പ് കണ്ടോ 64 ബിറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഇവിടെ setup64.exe ആണ്. ഓക്കെ, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്ക്രീൻ വരും. അതിൽ യെസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. യെസ് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമുക്ക് ഓഫീസ് എന്ന് എഴുതിയിട്ടൊരു സ്പ്ലാഷ് സ്ക്രീന് കാണാവുന്നതാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാളേഷൻ ആരംഭിക്കുന്നതാണ്. ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഈ ഒരു setup64.exe ഓപ്പൺ ചെയ്താൽ തന്നെ MS Office നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ആവും. അപ്പോൾ അടുത്ത സ്ക്രീന് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇൻസ്റ്റാളിങ് ഓഫീസ് എന്ന് പറയുന്ന ഒരു സ്ക്രീനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ എത്ര % ആയി എന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ഇവിടെ താഴെ ടാസ്ക് ബാറിൽ നമുക്കൊരു ആരോ മാർക്ക് ഉണ്ട്. അവിടെ നോക്കിയാൽ ഇവിടെ കാണാൻ സാധിക്കും. കേട്ടോ, 78% ആയിട്ടാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇത് 100% ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ക്ലോസ് ബട്ടൺ വരും. അത് ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഈ ഒരു പ്രോസസ്സ് ചില കമ്പ്യൂട്ടറിൽ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ നമ്മളിങ്ങനെ കുറേ സമയം അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് പോകാത്തൊരവസ്ഥ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഹാങ് ആയി എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കും, ഷട്ട് ഡൗൺ ചെയ്യാൻ ശ്രമിക്കും. അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കുറേ ടൈം വെയിറ്റ് ചെയ്യുക. അപ്പോൾ ചില കമ്പ്യൂട്ടർ ചിലപ്പം ഒരു 10 മിനിറ്റോളം ചിലപ്പോൾ എടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് വേറെ ഒന്നും ചെയ്യണ്ട, അത് വന്നോളും. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എത്തിക്കണ്ടോ. യു ആർ ഓൾ സെറ്റ്, ഓഫീസ് ഇസ് ഇൻസ്റ്റാൾ, നൗ ക്ലിക്ക് സ്റ്റാർട്ട് ഓൾ ആപ്സ്. അപ്പോൾ ഇവിടെ ക്ലോസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻസ്റ്റാളേഷൻ്റെ സ്റ്റെപ്പ് വരുന്നത്. ഇനി നമുക്കിതിൽ ക്രാക്കിങ്ങിൻ്റെ കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. ഇൻസ്റ്റാളേഷൻ വളരെ സിമ്പിളാണ്. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ സിസ്റ്റം ടൈപ്പ് നോക്കുക, CD ഇടുക, അതിനുശേഷം CD-ക്കകത്തുനിന്ന് ഓഫീസ് ഫോൾഡർ ഓപ്പൺ ചെയ്യുക, അതിനകത്ത് setup64 സെലക്ട് ചെയ്യുക, അതിനുശേഷം ഇൻസ്റ്റാളേഷൻ കഴിയുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ക്ലോസ് എന്നുള്ള ഒരു ബട്ടണിലെത്തും. ക്ലോസ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ.